രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം വിസിലടിക്കാൻ പറ്റത്തില്ല. ബട്ട് മനസ്സിൽ നമ്മൾ ആയിരക്കണക്കിന് വിസിലടിച്ച് കഴിഞ്ഞു. സൂപ്പർ 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 കോംപ്രഹെൻസീവ് വിൻ. ഒരു രക്ഷയില്ലാത്ത കളിയായിപ്പോയി. കളിയായി ഇങ്ങനെ വേണം. ഇങ്ങനെയുള്ള ചില കളികളൊക്കെ വന്ന് കിട്ടാറുള്ളൂ. അത് മൊത്തം കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഭാഗ്യത്തിന് ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു, മൊത്തം കാണാൻ പറ്റി. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ വരുന്നവരെയുള്ള ബാക്കി സിനിമകളുടെ ഒരു പെർഫെക്ഷൻ ലെവലുണ്ടായിരുന്നു. പക്ഷേ ബാഹുബലി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഏകദേശം അതേപോലെ ഒത്തിരി ക്രിക്കറ്റിൽ തന്നെ ഒത്തിരി കളികൾ വരാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഇന്നത്തെ കളി ഒരു എല്ലാ ഏരിയയിലും ഈ പറഞ്ഞ പോലെ ഒരു കോംപ്രഹെൻസീവ് വിന്നായിരുന്നു. എല്ലാ ഏരിയയിലും കവർ ചെയ്ത, എല്ലാ ഏരിയയിലും എഫർട്ട് ഉണ്ടായിരുന്ന ഒരു വിന്ന് തന്നെയാണ്. നിസ്സാരമായിട്ട് ജയിച്ച കളിയല്ല. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ഒരു ക്യാപ്റ്റൻ ആയിരുന്നു കളി തുടങ്ങുന്നതിന് മുന്നേ. കളി തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും ആ ക്യാപ്റ്റൻ്റെ സ്ഥാനം, ഉത്തരവാദിത്തങ്ങൾ വീതിച്ചെടുത്തു എന്ന് തന്നെ പറയാം. അല്ലാണ്ട് ഈ കളി ജയിക്കത്തില്ലായിരുന്നു. കാര്യം അത്രത്തോളം കൈ മെയ് മറന്ന് അധ്വാനിച്ചിട്ടുണ്ട് നമ്മുടെ പുലിക്കുട്ടികളെല്ലാവരും. സൂപ്പർ 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 ഒന്നും പറയാനില്ല. എൻ്റെ അത് സൂപ്പറായിട്ടുണ്ട്. ടോസ് അവർക്കാണ് കിട്ടിയത്. അവർ നേരെ എന്ത് ചെയ്തു, ബോളിംഗ് എടുത്തു, നമ്മളെ ബാറ്റിങ്ങിന് വിട്ടു. നിങ്ങളല്ലാണ്ട് ആരെങ്കിലും ബാറ്റിങ്ങിന് വിടുക ഞങ്ങളെ. കാര്യം സഞ്ജു കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു അപ്രോച്ചുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും വിശ്വാസം. കാര്യം അതൊരു റിയലൈസേഷനാണ്. ഓക്കെ, അത് വലിയൊരു റിയലൈസേഷനാണ്. പണ്ട് യുവരാജ് സിംഗ് 98-99 കാലഘട്ടം തുടങ്ങി ഇന്ത്യൻ ടീമിലുണ്ട്. ഇടയ്ക്ക് വരുന്നു, പിന്നെ കുറച്ച് മസിലൊക്കെ കയറ്റി വരുന്നു. പിന്നെയാണ് യുവരാജ് സിംഗ് 2020 6 സിക്സ് അടിക്കുന്നത്. അതുവരെയുള്ള യുവരാജ് സിംഗും 6 സിക്സ് അടിച്ചതിന് ശേഷമുള്ള യുവരാജ് സിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ 6 സിക്സ് അടിച്ച കളിയാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 6 സിക്സ് അടിച്ച കളിയല്ല ഇഷ്ടം. അതിനുശേഷം യുവരാജിനൊരു തിരിച്ചറിവായിരുന്നു, ഭയങ്കര വലിയൊരു തിരിച്ചറിവായിരുന്നു. തൻ്റെ പവർ എന്താണെന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് ഒരു കളിക്കാരന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തടുക്കാൻ വലിയ പാടാണ്. ആ ഒരു റിയലൈസേഷൻ യുവരാജിന് കിട്ടി ആ 6 സിക്സ് അടിച്ചപ്പോൾ. പക്ഷേ അതിൻ്റെ ഫലം ശരിക്കും അനുഭവിച്ചത് 6 സിക്സ് അടിച്ചു. അത് ഒരു അവസാന നിമിഷമാണ് ആ സിക്സൊക്കെ വരുന്നത്. ഇംഗ്ലണ്ട് ഓക്കെ, അത് ആ കളി അങ്ങനെ കഴിഞ്ഞു. ശരിക്കും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അനുഭവിച്ചത് ഓസ്ട്രേലിയയാണ്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയനെ യുവരാജ് തലങ്ങും വിലങ്ങും ആ ഗ്രൗണ്ടിന് ചുറ്റുപാടിയിട്ട് ഓടിച്ചു. സൈമൺസൊക്കെ ഓടി കിതച്ച് നിൽക്കുമായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ഒരു വിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ അവരുടെ ദേഷ്യം കാണുമ്പോൾ നമുക്കറിയാം അവർ അത്രത്തോളം മടുത്ത്. അവർക്കെതിരെ ഒരു കളിക്കാരൻ പോലും ഇങ്ങനെ അവരെ ഇട്ട് തലങ്ങും വിലങ്ങും ഓടിച്ചിട്ടില്ല. അത് ഒരാളെയല്ല, ബോളർമാരെ മാത്രമല്ല ഫീൽഡർമാരെ കംപ്ലീറ്റ് ഓടിച്ച് അമ്മാരി അടിയായിരുന്നു യുവരാജ് അടിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിശ്വസിക്കുന്നു. ഏകദേശം 9 ഓവർ 54 മീറ്റർ ഉണ്ടായിരുന്ന റൺസ് പിന്നീട് കളി ഫിനിഷ് ചെയ്യുമ്പോൾ 20 ഓവറിൽ അടുത്ത 10 ഓവറിൽ വരുന്ന ഓവറിൽ ഇന്ത്യ അടിച്ചെത്തിയത് ഏകദേശം 130 റൺസാണ്. അന്നത്തെ 10 ഓവർ 130 പറഞ്ഞത് വലിയ റൺസാണ്. ഇപ്പോഴത്തെ പോലെ അല്ല. ഇന്നിപ്പോൾ കുറേ കൂടി നിയമങ്ങൾ മാറി അടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുറച്ചും കൂടി 10-20 ബാറ്റിംഗ് ശൈലി എക്സ്പ്ലോർഡ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ സാധ്യതകളുള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു അടിയെന്ന് പറയുന്നത് ഒരു 1 അടിയായിപ്പോയി. അന്ന് ശരിക്കും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ബ്രെഡ്ലി എറിഞ്ഞ ആ ഒരു ഏറ്റവും ടോപ്പ് സ്പീഡിലുള്ള ഒരു ബോളാണ് യുവരാജ് ഫസ്റ്റ് ഫ്രണ്ട് ഫുട്ടിലാണ് ആ ഫ്ലിക്ക് എടുക്കുന്നത്. ആ ഒരൊറ്റ ഫ്ലിക്ക് മതി. 119 മീറ്ററിന് വേണ്ടിയാണ് ആ ഫ്ലിക്ക് പോകുന്നത് ലെഗ് സ്റ്റമ്പിൽ. ആ ഒരൊറ്റ ഫ്ലിക്കിലുണ്ട് യുവരാജ് എന്താണ്, ഞാൻ ആൾ മാറിയിടാ പുല്ലുകളെ എന്ന് പറഞ്ഞ ഒരു സിഗ്നേച്ചറാണ് അവിടെ കൊടുത്തത്, മനസ്സിലായോ? അന്ന് 6 സിക്സ് അടിച്ചപ്പോൾ തന്നെ ഓസ്ട്രേലിയൻ ടീമിനൊരു ഇതുണ്ട്, പേടിപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി കളയാന്നുള്ളൊരു പരിപാടിയായിരുന്നു. അവന് എറിഞ്ഞങ്ങോട്ട് ഇട്ടേക്കാം. പറ്റാവുന്ന സ്പീഡെടുത്താണ് ആ ബോൾ എറിഞ്ഞത്. ഫ്രണ്ട് ഫുട്ട് ഇളക്കിയിട്ടില്ല. ഫ്രണ്ട് ഫുട്ട് ഇളക്കി, ഒരു ബാറ്റ്സ്മാൻ്റെ ഫ്രണ്ട് ഫുട്ട് ഇളക്കി എന്ന് പറഞ്ഞാൽ തീർന്ന പരിപാടി. ആ ഫ്രണ്ട് ഫുട്ട് അവിടെ വെച്ചിട്ടാണ് യുവരാജ് അവിടെ നിന്ന് കൊടുത്ത് തൂക്ക്. അന്ന് തുടങ്ങിയ യുവരാജ് ഇങ്ങോട്ട് ഒരു വേറൊരു ലെവലിലാണ് ബാറ്റിംഗ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ യുവരാജിനെ കാണുമ്പോഴുള്ള ഒരു കോൺഫിഡൻസ് അല്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ കളിയൊക്കെ വിരമിച്ചതിന് ശേഷം പല ചാനലുകളിലും വന്ന് യുവരാജ് കാണിക്കണ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. അത് അന്നത്തേന് ശേഷം കിട്ടിയ ഒരു കോൺഫിഡൻസ് ലെവലാണ്. അതിന് മുന്നേ യുവരാജ് ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് യുവരാജിൻ്റെ പല കാര്യങ്ങളും. അപ്പോൾ അതാണ് വ്യത്യാസം. ആ റിയലൈസേഷനാണ് കഴിഞ്ഞ ദിവസം തുടങ്ങി സഞ്ജുവിന് കിട്ടിയിരിക്കുന്നത്. അതായത് ആരുടെ സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ ടീമിനെ 194-200 റൺസ് വരെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരു ബാറ്റ്സ്മാന് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഭയങ്കര ഡേഞ്ചറസാണ്, അതൊരു സംശയമില്ല. അത് കിട്ടിക്കഴിഞ്ഞു സഞ്ജുവിന് കഴിഞ്ഞ ദിവസം. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞു, സഞ്ജു അടിക്കുന്ന നിമിഷങ്ങളിൽ സഞ്ജു മാത്രമായിരിക്കും ഹയർ സ്കോറായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ കളിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിയില്ല. നിങ്ങൾ രോഹിത് ശർമ്മേനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രോഹിത് ശർമ്മ അടിക്കുന്ന കളികൾ വേറെ ആരെങ്കിലും കളിക്കാൻ സമയം കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ എടുത്തറിയുമോ? വേറെ ആൾക്കാരുടെ സ്കോർ പറയാനില്ല ശരിക്കും. ജസ്റ്റ് അവർ 2 അക്കം കടക്കുന്നുണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് രോഹിത് ശർമ്മ അവിടെ നിന്ന് ആ ഒരു ഒറ്റയാൻ പോരാട്ടുണ്ട്. ഒറ്റയാൻ ഈ കാട്ടിലെ നമ്മുടെ ലാലേട്ടൻ തുടരും സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ വീണ്ടും ഒറ്റയാൻ കാട് കയറുകയാണെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഞാൻ കണ്ടിരിക്കുന്ന ആദ്യം ഒറ്റയാൻ
ഒരു കാലത്ത് സച്ചിനായിരുന്നു. അത് ഒരു പരിധി വിട്ടുള്ളൊരു ഒറ്റയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയില്ല. ബട്ട് സച്ചിൻ ഒരു ഒറ്റയാനായിരുന്നു. യുവരാജ് സിംഗ് അതിനേക്കാളും മേലെ ഒരു ഒറ്റയാനായിട്ട് മാറിയ ഒരാളാണ്. അതിനുശേഷം ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഒറ്റയാൻ രോഹിത് ശർമ്മയാണ്. അതിനുശേഷം ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒറ്റയാൻ ഒരു സംശയമില്ല സഞ്ജു ആണ്. സഞ്ജു ഇനിയും കുറേ കൂടി മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കിട്ടിയ കോൺഫിഡൻസ് ലെവൽ മതി. സഞ്ജുവിന് ഇപ്പോൾ രോഹിത് ശർമ്മ പോലെ എടുക്കുന്ന പോലത്തെ ആ ലെഗ് സ്റ്റമ്പിലെ ഫ്ലിക്കുകളും ഓഫ് സ്റ്റമ്പിലുള്ള സിംഗ് ബാറ്റിങ്ങും കൂടി കയ്യിലുണ്ടെങ്കിൽ സഞ്ജു പിടിച്ചാൽ കിട്ടത്തില്ല. ഈ കാണിക്കുന്ന ലെവലൊന്നും ആകത്തില്ല. കാര്യം ധോണിയുടെ കയ്യിലേക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെന്നൈയിലെ കൂടുതലാണ്. ഇന്നത്തെ കളിക്ക് കണ്ടല്ലോ, ബാങ്കഡ സ്റ്റേഡിയത്തിൽ സെലിബ്രിറ്റികളുടെ അയ്യരുകളിയായിരുന്നു. എത്ര പേരാണ് വന്നിരിക്കുന്നത്. ധോണിയുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, ബാക്കി ബോളിവുഡ് നടന്മാരുണ്ട്, നീത അംബാനി കുടുംബങ്ങളുണ്ട്. അംബാനി കുടുംബത്തിൻ്റെ വിചാരം നീത അംബാനിക്ക് ഇപ്പോഴും ക്രിക്കറ്റ് അറിയില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയുടെ വിചാരിത മുംബൈ ഇന്ത്യൻസിൻ്റെ ഫൈനലാ പറ്റിയാണെന്നുള്ളതാണ്. പുള്ളിക്കാരത്തി മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ അടിക്കുമ്പോഴും ഫീൽ ചെയ്യുമ്പോഴൊക്കെ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒന്നും പോരേ, ബാക്കിയുള്ളവർക്കൊന്നും അവർക്ക് വേണ്ടേ അവരെ. ഞാൻ ഇതുപോലെ പറഞ്ഞ കാര്യം അങ്ങനെ ഒരു സീനൊന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അതായത് വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലയെടുപ്പുള്ള സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. ഓക്കെ, നമ്മുടെ അണ്ടർവേൾഡ് ബോളിവുഡ് പണത് ഇന്ത്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി ആണെങ്കിൽ പോലും ഇന്ത്യയുടെ മണി ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിക്കും മുംബൈ ആണ്, വാങ്കഡയാണ്, അണ്ടർവേൾഡാണ്, ബോളിവുഡാണ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയാണ് പോകുന്നത്. സച്ചിനൊക്കെ വരുന്ന മുംബൈ, കാംബ്ലിനെ പോലെ വലിയ താരങ്ങളുള്ള മുംബൈ, അങ്ങനെ വലിയ ഒത്തിരി പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ മുംബൈയിലാണ് സഞ്ജു ഒന്ന് തൂക്കിയിരിക്കുന്നത്. ലോകം മുഴുവനും ഒന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ലോകം മുഴുവനുള്ള ഇന്ത്യ മുഴുവനുള്ള ബിസിനസ് സിൻഡിക്കേറ്റ്സ് പോലും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും. അപ്പോൾ അത്രയും വലിയ ഒരു സംഭവമാണ് നടന്നത്. കളി വളരെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ സഞ്ജു വെടിക്കെട്ടിൽ തന്നെ തുടങ്ങി വെച്ചു. അഭിഷേക് ശർമ്മ സ്റ്റിൽ സ്ട്രഗിളാണ്. അഭിഷേക് ശർമ്മയുടെ പക്ഷേ ഇന്നും എടുത്ത ആ ഒരു ഷോട്ട് അത് ഞാൻ കണ്ടില്ല ശരിക്കും. അത് സ്പീഡ് ബോളിലല്ല ആ ഷോട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അത് 6 പോകാൻ സാധ്യത കുറവാണ്. അത് കുറച്ച് സ്ലോ ബോളാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അവിടെ വിക്കറ്റ് പോയത്. എങ്കിലും ആ വിക്കറ്റ് നമ്മുടെ സൂപ്പർ 8 ആ നോക്കൗട്ട് മാച്ച് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ആ ഒരു കളി വരെ ശരിക്കും ഇന്ത്യക്കൊരു സുപ്രീമസി ഇല്ലായിരുന്നു. സുപ്രീമസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഐക്കോണിക് താരങ്ങൾ ബാറ്റിങ്ങിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ താരങ്ങൾ ഉണ്ടാകാറുണ്ട് 2020-യുടെ. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് 2020 ടീം പ്രഖ്യാപിച്ചതും അഭിഷേക് ശർമ്മയാണ് എന്നുള്ള രീതിയിലുള്ള കുറേ കോഴ്സ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം നമുക്ക് എടുത്ത് പറയത്തക്ക ഒരു ഐക്കോണിക് പ്ലെയർ പുള്ളിയാണ്. കാര്യം പുള്ളി ഫോമാണ് ദിവസം പുള്ളിയെ കളി ജയിപ്പിക്കും. ഓക്കെ, പുള്ളി ഒന്നും കളിക്കുന്നുമില്ല. അതിനൊപ്പം പുള്ളി ഇല്ലെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരാൾ കിഷനാണ്. കിഷന് നല്ല ഷോട്ട് സെലക്ഷൻ ഉണ്ട്, ഭയങ്കര കപ്പാസിറ്റിയാണ്, ഈസി ആയിട്ട് ബോളേഴ്സിന് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിവുള്ളൊരു ബാറ്റ്സ്മാനാണ്. നിലവിലുള്ളതിൽ പുള്ളിയുടെ അത്രയും ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ബാറ്റ് വീശാൻ കഴിവുള്ള ഒരാൾ നിലവിലില്ല ശരിക്കും, വേറെ ആരുമില്ല. ഇവൻ അഭിഷേക് ശർമ്മ പോലും ഇല്ല. ബട്ട് കിഷൻ അത് ഫുൾഫിൽ ചെയ്യാൻ നോക്കുന്നില്ല. അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി ഒരു ടീമിൻ്റെ വിജയം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രെയിൻ എടുക്കാനോ സ്ട്രെസ് എടുക്കാനോ പുള്ളി തയ്യാറല്ല. പുള്ളി അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയാവുന്ന ഷോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഇന്നും പുള്ളി ആ ഒരു ഷോട്ട്, ഒരു കളയണ ടൈപ്പ് ഷോട്ട് എടുത്ത് ആദ്യമൊന്നും എടുക്കേണ്ട ഷോട്ടല്ലത്. ഒരു യോർക്കർ ബോൾ വരുന്നു, പുള്ളി എന്ത് ചെയ്ത് അതിലേക്ക് ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നു. യുവരാജയ്ക്ക് എടുക്കുന്ന പോലെ ഒരു പവർ ജനറേഷൻ ഉണ്ടല്ലോ, സ്ട്രൈറ്റ് ഡ്രൈവ് എടുക്കുന്നത്, അത് ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നു. അത് പുള്ളി എടുത്ത് അത് വിക്കറ്റ് പോകാഞ്ഞ ഭാഗ്യമായിപ്പോയി. അപ്പോൾ ആ ഒരു ഉഴപ്പ് പുള്ളി ഇന്നും കാണിച്ചു. ബട്ട് അതിനുശേഷം പുള്ളിക്ക് വന്നൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചത്, പുള്ളി വളരെ കീനായിട്ട് ഇന്ന് സഞ്ജുവിനെ ഒബ്സർവ് ചെയ്ത് കളിക്കണേ ഞാൻ കണ്ടു. പുള്ളി ആ ഒരു അബദ്ധം ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അത് പുള്ളിയുടെ ടെൻഡൻസി ആയിരിക്കാം. അതിനുശേഷം വളരെ കീനായിട്ട് പുള്ളി സഞ്ജുവിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സഞ്ജുവിന് വന്ന മാറ്റങ്ങൾ, സഞ്ജു എങ്ങനെ കളിക്കുന്നു, സഞ്ജു ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ബോളർ അടിക്കുന്നുണ്ടോ, അടുത്ത ബോളിൽ എന്താണ് പുള്ളിയുടെ ഇൻറ്റൻഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കിഷൻ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കാണാം. കിഷൻ വളരെ കാമായിട്ട് സാധാരണ എടുക്കുന്ന പോലത്തെ റിസ്കി ഷോട്ടൊന്നും എടുക്കാണ്ട് സഞ്ജുവിനൊപ്പം നിന്നു. അതുകൊണ്ടാണ് ആ നല്ല ഒരു സെക്കൻഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഇന്ന് ഇന്ത്യക്ക് വന്നത്. ഏകദേശം 10-90 പാർട്ണർഷിപ്പ്, 100 മേലെ റൺസാണ് തോന്നുന്നത് പാർട്ണർഷിപ്പ് വന്നത്. അത് കിഷനും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി, സഞ്ജുവിനെ ഒന്ന് മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു, സഞ്ജു കഴിഞ്ഞ ദിവസം എടുത്ത ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെ എടുത്ത ഒരു ഇന്നിങ്സ് അതൊരു ഒരു പാഠമാണ് പല ആൾക്കാർക്ക്. എങ്ങനെ റെസ്പോൺസിബിളായിട്ടൊരു ഇന്നിങ്സിലൂടെ ടീമിനെ വിജയത്തിലെത്തിക്കുക എന്നുള്ളത്. ഒത്തിരി കഴിവുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ബട്ട് അവർക്ക് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമ്പോഴേ ഉള്ളൂ ആ ഒരു കാര്യം റെഡിയാകും, കറക്റ്റാവുള്ളൂ. കാര്യം എത്രയോ ഇന്നിങ്സ് സച്ചിൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സച്ചിൻ്റെ പ്രാവശ്യം മാനസം സീരീസ് ആയിരുന്നു, അത് മേടിക്കാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം ടീമിനെ വിജയത്തിലെത്തിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് തൻ്റെ ഇന്നിങ്സ് കൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് പുള്ളി ചിന്തിച്ചത്. മനസ്സിലായോ? എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഇൻഡിവിജ്വൽ സ്കോറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. ബട്ട് നമ്മളൊരു ടീമിൻ്റെ വിജയത്തിലേക്ക് ആ സ്കോർ കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്കില്ലുകൾ വില വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അവിടെ, നമ്മുടെ ടീമിലേക്ക് എടുത്തതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ പൂർത്തിയാകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം കാണിച്ചു കഴിഞ്ഞാൽ കിഷനും ഇതിൻ്റെ അപ്പുറം വളരാൻ സാധ്യതയുള്ളൊരു കളിക്കാരാണ്. അപ്പോൾ ഇന്നത്തെ സഞ്ജുവിൻ്റെ കളിയിലൂടെ പുള്ളി കുറേ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കും കുറേ മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് ആ പാർട്ണർഷിപ്പ് ബിൽഡായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അടുത്ത വരുമ്പോൾ സഞ്ജു ആദ്യം തുടങ്ങി പതുക്കെ കളി തുടങ്ങി. അടിക്കാവുന്ന ബോളുകളെല്ലാം, അതായത് സഞ്ജുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അടിക്കാൻ വരുന്നത് കിട്ടുന്ന സഞ്ജുവിൻ്റെതായ കുറേ ബോളുകളുണ്ട്, അത് സിക്സാണ്, അതൊരു സംശയമില്ല. അത് വളരെ കൂളായിട്ട് പുള്ളി സിക്സ് അടിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു സഞ്ജു ഇങ്ങനെ മസിലൊന്നും കയറ്റേണ്ട കാര്യമില്ല, സഞ്ജു കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആകണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സഞ്ജുവിന് ആ പവറുള്ളത് ഒരു തരത്തിൽ പുള്ളിയുടെ ആ ഹിറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ പോകുന്നു. വളരെ സ്ട്രൈക്ക് റൊട്ടേഷനിലൂടെയും ഡബിൾസിലൂടെയും 4-ലൂടെയും 6-ലൂടെയും ഇങ്ങനെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇന്ത്യയുടെ കയ്യിലേക്ക് കളി വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സഞ്ജു അടിക്കണത് മൊത്തം ഇപ്പം നമ്മളൊന്ന് ചാനൽ മാറ്റി നോക്കുമ്പോൾ ഒരു 4 പോവുകയാണെങ്കിൽ അത് സഞ്ജുവിൻ്റെ ഫേസ് ആയിരിക്കും അവിടെ പിന്നെ കാണിക്കുന്നത് സ്ക്രീനിൽ, അതായത് സഞ്ജു അടിച്ചെന്നുള്ളതാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് മാത്രമൊന്നുമില്ല, ഒരു ഓൾട്ടർനേറ്റീവ് ബോൾ, ഒരു ബോൾ അടിക്കുന്നു, അടുത്തത് ഡിഫെൻസ് ചെയ്യുന്നു, അടുത്ത 4 or 6 പോകുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ലെവലിലേക്ക് സ്കോർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് സഞ്ജു വളരെ ക്ലാസിക്കലായിട്ട് ടെസ്റ്റ് ബാറ്റ്സ്മാൻമാർ പോലും എടുക്കാത്ത തരം ഒരു പെർഫെക്റ്റ് ഡിഫൻസ് നടത്തും. ഞാനത് കണ്ടപ്പോൾ ശരിക്കും സഞ്ജു എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാൻ ചിരിച്ചുപോയി. കാരണം ടെസ്റ്റിലെടുക്കണേക്കാളും നല്ലൊരു ഡിഫൻസ് 2020 എടുത്തെന്ന് പറയുമ്പോഴല്ലോ, ആ ബാറ്റ്സ്മാൻ്റെ മുന്നിലുള്ള ചലഞ്ചസ്, ആ ബാറ്റ്സ്മാൻ എത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ടവനായിരിക്കണം, അല്ലെ ഉത്തരവാദിത്തോടെയാണ് കളിക്കേണ്ടതെന്നുള്ള ആ ഒരു ഇതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അതൊക്കെ കണ്ടപ്പോൾ. കാര്യം അങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാർ വേണം. നമ്മളിപ്പോൾ ഒത്തിരി ഐക്കോണിക് പ്ലെയേഴ്സ് ഉണ്ട്, പക്ഷേ ഇവർക്ക് ഒരു ഉത്തരവാദിത്തോടെ ഒരു കളി കൊണ്ടുപോയെങ്കിലല്ലേ നമുക്ക് ഈ കളി കാണാൻ തോന്നാറുള്ളൂ. ഞാൻ ശരിക്കും ഈ വെസ്റ്റ് ഇൻഡീസിന് മുന്നേ വരെയുള്ള കളി ഞാൻ ശരിക്കും കളി അടുത്തായിരുന്നു, ഞാൻ അങ്ങനെ കാണാൻ പോലും താല്പര്യമില്ലായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ടൂർണമെൻറ്റ് എടുക്കും എന്നുള്ളതാണ്. ബട്ട് കഴിഞ്ഞ ദിവസം തുടങ്ങി നമുക്ക് ഉറപ്പായി, കാര്യം ഇന്ത്യ എടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു ധാരണയായി. കാര്യം ഇത് ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇഷ്ടംമാതിരി ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ഡെപ്തിനെ പറ്റി ഘോരം ഞാൻ അധികം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ വന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെന്തൊക്കെയാണ് ഈ പറയണം എന്നുള്ളത്. കാര്യം ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ഡെപ്ത് ഭയങ്കരമാണ്. ഇന്നത് പക്കായിട്ട് എക്സ്പ്ലോർ ചെയ്തു, പക്കായിട്ട് ശരിക്കും അത് എക്സിബിറ്റ് ചെയ്തെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം ഇന്ന് സഞ്ജു തുടങ്ങി വെച്ച ഒരു ഇന്നിങ്സ് ഞാൻ വിചാരിച്ച സഞ്ജു ഉറപ്പായിട്ടും ഒരു 150 റൺസ് എടുക്കുന്നു. കാര്യം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു പുള്ളി അവിടെ നിന്നിരുന്ന 150 കടന്ന് ഏറ്റവും മിനിമം പുള്ളി 150 എടുക്കുമായിരുന്നു. കാര്യം അത്രയും വിശ്വസ്തമായിട്ടാണ് നമ്മൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ പറ്റി പേടിക്കേണ്ട, അത്രയും പുള്ളി കരുതലോട് കൂടിയാണ് ഇന്നിങ്സ് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ഇന്നിങ്സിനെ പറ്റി പേടിക്കേ വേണ്ട. പുള്ളി 6 അടിക്കുന്നു, 4 അടിക്കുന്നു, സിംഗിൾ എടുക്കുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു, അങ്ങനെ പുള്ളി ഒരു മെത്തേഡിൽ ഇങ്ങനെ ആ ഇന്നിങ്സ് സ്വയം ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ഒട്ടും ടെൻഷനില്ലാത്ത രീതിയിലാണ് പുള്ളി ആ ഇന്നിങ്സ് കൊണ്ടുപോകുന്നത്. പുള്ളി അടിക്കണമെന്നൊന്നും ക്യാച്ചോ കാര്യങ്ങളൊന്നും അല്ല പോണത്, ഇടയ്ക്ക് 1-2 വീശുന്നുള്ളൂ, അത് 6 ആണ്. 1-2 പിന്നെ ഡ്രൈവ് വിടുന്നുള്ളൂ, അതും 4 ആണ്. പിന്നെ പുള്ളി 1-2 ഡിഫെൻഡ് ചെയ്യുന്നുള്ളൂ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഡിഫൻസാണ് കൊടുക്കേണ്ടത്. അത് സൂപ്പറുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഇന്നിങ്സിനെ പറ്റി നമുക്ക് പേടിക്കേ വേണ്ട. ആ ഇന്നിങ്സ് എങ്ങനെ പോയാലും 150 കടക്കും എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി ആ ഓഫ് ടെമ്പിലേക്ക് ഒരു ഔട്ട് സ്പിന്ന് കയറി വന്നത്. അത് കറക്റ്റായിരുന്നു, പുള്ളിയുടെ ഷോട്ട് കറക്റ്റാണ്. പുള്ളി ആ ഏരിയയിൽ എക്സ്ട്രാ കവറിൽ 6 അടിക്കണതാണ്. സ്പിന്നിനെ അടിക്കാറുണ്ട്, ഫസ്റ്റ് ബോളറെ അവിടെ എക്സ്ട്രാ കവറിൽ 6 അടിക്കണതാണ്. കറക്റ്റ് ഷോട്ട് സെക്ഷൻ തന്നെയാണ്. ആ വിക്കറ്റ് പോകുന്നതിന് മുന്നേ തന്നെ പുള്ളി അവിടേക്ക് 6 അടിക്കുകയും ചെയ്തതാണ്. സ്പിന്നിൽ തന്നെ 6 അടിക്കുക, ഈസി ആയിട്ട് 6 അടിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഒരു ബോളെന്ന് പറയുന്നത് നമ്മുടെ വൈഡ് മാർക്കിൻ്റെ അകത്തല്ലായിരുന്നു. വൈഡ് മാർക്കിൻ്റെ അകത്താണെങ്കിൽ പുള്ളിയുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു, ആ 6 തന്നെയായിരുന്നു. ബട്ട് ഇത് വൈഡിലേക്ക് പോകുന്ന ഒരു ബോൾ തന്നെയായിരുന്നു. അത് പുള്ളിയുടെ വിചാരിച്ച പോലെ ആ ഒരു ബാക്ക് ഫുട്ട് പുള്ളിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ആ വിക്കറ്റ് അവിടെ പോകണത്. അത് പുള്ളിക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ കാണിച്ചിട്ടാണ് പോയത്. കാര്യം അത് കറക്റ്റ് അല്ലെങ്കിൽ 6 പോകേണ്ടതാണ്. പുള്ളിയുടെ ഇന്നിങ്സ് ഒരു 150 എത്തേണ്ട ഇന്നിങ്സ് തന്നെ, ഏറ്റവും മിനിമം 150 റൺസ് പുള്ളി നടക്കേണ്ടത്. കാര്യം ഏകദേശം 12-13 ഓവറായപ്പോഴാണ് പുള്ളി 89 പോകുന്നത്. പുള്ളിയുടെ ആ ഫോം ആണെങ്കിൽ നമുക്കൊന്നും പറയാം, പുള്ളി തന്നെ ഒറ്റയ്ക്ക് നിന്ന് അവിടെ അടിച്ചെത്തിച്ചേനെ ഒരു നല്ലൊരു റൺ അവിടെ എത്തിച്ചേനെ. അപ്പോൾ ആ ഒരു ഇന്നിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സഞ്ജു ഇന്ന് കൊടുത്തൊരു ചാൻസ് എന്തുകൊണ്ട് ഏകദേശം 10-30 റൺസ് ഇന്ത്യയുടെ ടോട്ടൽ സ്കോർ ആയപ്പോൾ ഒരു ചാൻസ് കൊടുത്തു അവിടെ. അത് സ്ട്രൈറ്റ് ഒരു സർക്കിളിന് മേലെ ഒന്ന് ഹിറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ശരിക്കും പുള്ളി അങ്ങനെ ആ ഒരു ഇന്നിങ്സ് ഇപ്പോൾ പുള്ളി ശ്രമിക്കുന്നത് സ്ട്രൈറ്റ് ഡ്രൈവ് അത്യാവശ്യം നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്ക് അടുത്തത് കറക്റ്റ് ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വിഷയം എന്ന് പറയുന്നത് അത് ശരിക്കും ഒട്ടും ബൗൺസ് അല്ലാത്ത ബോളുകളാണെങ്കിൽ അത് ഉറപ്പായിട്ട് ആ ഫസ്റ്റ് സർക്കിളിൽ ക്യാച്ച് പോകുന്ന ഒരു ബോളാണ്. അത് തന്നെയാണ് സംഭവിച്ചത്. വളരെ ഈസി ക്യാച്ചായിരുന്നു. ആ ക്യാച്ച് വിട്ടപ്പോൾ തന്നെ ഒരിക്കലും അവർ വിചാരിച്ചിട്ടുണ്ടായില്ല ഇതൊരു വല്ലാത്തൊരു ക്യാച്ചാണ്. പണ്ട് സ്റ്റീവോൻ്റെ ക്യാച്ച് ഗിബ്സ് വിട്ടപ്പോൾ സ്റ്റീവോ എന്ന് പറഞ്ഞതാണ് നിങ്ങൾ വിട്ടത് ലോകകപ്പാണെന്നുള്ളത്. അതിൻ്റെ ചരിത്രം വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അത് കറക്റ്റായിരുന്നു. ആ ക്യാച്ചിൻ്റെ ഒറ്റ ഇതിലാണ് ആ കളി ജയിച്ചതും. ആ ഒരു സമനില വന്ന കളി ആ റൺ റേറ്റിൻ്റെ ബേസിൽ ഒരു കയറിപ്പോയതും കപ്പടിക്കണതൊക്കെ ഒരൊറ്റ ക്യാച്ചാണ്. അതേപോലെ ഇന്ന് വിട്ട ആ ഒരു 30 റൺസിൽ വിട്ട ക്യാച്ച്, സഞ്ജുവിൻ്റെ ക്യാച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഇന്ത്യ 250 റൺസ് എടുക്കത്തില്ലായിരുന്നു, അതൊരു സംശയമില്ല. കാര്യം സഞ്ജുവിൻ്റെ ഒരു ഒറ്റയാൻ പോരാട്ടം ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ സ്കോർ
200 കടക്കുമായിരിക്കും, ബട്ട് 250 എത്തണ ഒരു സ്കോറേ അല്ല. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ സഞ്ജുവിൻ്റെ. പിന്നെ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് പിന്നെ സഞ്ജു വേറെയും കുറേ ഷോട്ടുകൾ എടുത്തു കേട്ടോ. ഓഫ് ടെമ്പിലേക്ക് എടുത്ത തേർഡ് മാനിലേക്ക് എടുത്ത ഗ്യാപ്പൊക്കെ എന്ന് പറയുന്നത് അത് ഭയങ്കര രസകരമായിരുന്നു. അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ പുള്ളി അത് ആ ബാറ്റിനെ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് ആ ബോളിൽ അതേ ചെയ്യാറുള്ളൂ. അത് കറക്റ്റായിട്ട് പുള്ളി അത് കറക്റ്റായിട്ട് അത് ആ ഗ്രിപ്പിൽ പ്ലേസ് ചെയ്യുന്നുള്ളത് ഭയങ്കര എനിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയത്. ഭയങ്കര ഓരോ ഷോട്ടുകളെ പറ്റി ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞത് എൻ്റെ സഞ്ജു ഇതുവരെയായിട്ട് എടുത്ത കളികളിലെ ഷോട്ടുകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഷോട്ടുകളൊക്കെയാണത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കിഷനും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തു. കിഷനെയും വിക്കറ്റ് ഇതേപോലെയാണ്. കിഷൻ നല്ല ഷോട്ട് സെലക്ഷനുള്ള ആളാണ്. പക്ഷേ വിക്കറ്റ് എന്ന് പറയുന്നത് ആ ഹിറ്റ് അത് കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ 6 തന്നെയാണ്. ആ വിക്കറ്റും അങ്ങനെ പോകേണ്ട ഒരു വിക്കറ്റ് അല്ല. കാര്യം അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ആ വിക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കളിച്ചാൽ കിട്ടാവുന്ന വിക്കറ്റുകളേ ഉള്ളൂ, 6 ഉള്ളതൊക്കെ. അപ്പോൾ അതിനുശേഷം ശിവൻ ദുബേനെ ഇറക്കിയത് നല്ല ഡിസിഷനാണ്. ഗംഭീറിൻ്റെ പ്ലാൻ ആയിരിക്കണം. കറക്റ്റ് ടൈമായിരുന്നു. നല്ല പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഏകദേശം 10-45 റൺസ് അവിടെ പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. സഞ്ജുവും ദുബൈയും കൂടി നല്ലൊരു പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. ദുബൈയുടെ ഹിറ്റുകളൊക്കെ ക്ലീൻ ഹിറ്റുകളാണ്. അത് നോ ഡൗട്ടാണ്. ഏത് സാഹചര്യത്തിലും പുള്ളി അത് അടിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പുള്ളി അത് അടിക്കുകയും ചെയ്തു. ഗംഭീർ പുള്ളിനെ പറ്റി കഴിഞ്ഞ ദിവസം നല്ലൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും സഞ്ജുവിനെ പറഞ്ഞപ്പോഴും ഗംഭീർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ദുബൈയുടെ ആ ഒരു ടൈറ്റ് നിന്ന സമയത്തുള്ള 2-4 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ. അപ്പോൾ അതേപോലെ ദുബൈ ഇന്നും നല്ല ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. 6റുകളും 4കളൊക്കെ നൈസായിട്ട് തൂക്കി. സ്പിന്നർമാരെയൊക്കെ നല്ല രീതിയിൽ അവർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സൂര്യകുമാർ, എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഒരു പ്ലാനിങ് മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. സൂര്യകുമാർ ഇന്ന് ആ സമയത്ത് ഇറങ്ങരുതായിരുന്നു. കാര്യം സൂര്യകുമാർ കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് തിലക് വർമ്മേനെ നേരത്തെ വിടാനായിരുന്നു. കാര്യം തിലക് ഓൾറെഡി ഫ്ലോയിൽ നിൽക്കുന്ന ബാറ്റ്സ്മാനാണ്, ഓൾറെഡി ഫോമാണ്. എല്ലാ ഷോട്ട്സും നല്ല മാസ് ആൻഡ് ക്ലാസ് പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാറ്റ്സ്മാനാണ്. കുറച്ചും കൂടി നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ അത് നല്ലൊരു പ്ലാനായി പോയേനെ. കാര്യം സൂര്യകുമാറിൻ്റെ വിക്കറ്റ് കുറച്ചും കൂടി ബോൾ പുള്ളിക്ക് കിട്ടിയേനെ. സ്റ്റിൽ പുള്ളി ആ അവസാനം മറ്റേ ആർച്ചറിയാണെന്ന് തോന്നുന്നു, പുള്ളീനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 3 6 പുള്ളി പോലും വിചാരിച്ചില്ല. 3 6 എന്ന് പറഞ്ഞാൽ ആ പുള്ളിനെ പോലത്തെ ഒരു മെയിൻ ബോളറെ എടുക്കണം എന്ന് പറഞ്ഞത് നിസാരമാണ്. അത് ഒരെണ്ണം എടുത്തത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അത് ഓഫ് ടെമ്പിൽ ആ കട്ടെടുത്തത്, ഓഫ് ടെമ്പിൽ ആ സിങ് എടുത്തത്, അത് ഫുൾ ടോസിൽ സൂപ്പർ 6 ആയിരുന്നു. അത് ശരിക്കും യുവരാജിനൊക്കെ ഞാൻ ഓർത്ത് പോയി ശരിക്കും. അതാണ് ആ ഷോട്ടുകളൊക്കെ എടുക്കുമ്പോഴാണ് ഒരു ബാറ്റ്സ്മാൻ്റെ ഒരു വെർസറ്റാലിറ്റി നമുക്ക് ക്ലിയർ ആണ്. അത് സൂപ്പർ ഷോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ക്ലാസ് ആൻഡ് മാസ് പ്ലെയറാണ്. പെർഫെക്റ്റ് ഷോട്ട് സെലക്ഷനുള്ള പെർഫെക്റ്റ് ബാറ്റ്സ്മാനാണ് തിലക് വർമ്മ. അതിനുശേഷം ലെഗ് സ്റ്റമ്പിൽ എടുത്ത ഫ്ലിക്ക് എല്ലാം സൂപ്പറായിരുന്നു. 3 6 ആണ് തൂക്കി ഒരു ഓവറിൽ തന്നെ തൂക്കിയത്. അത് വിക്കറ്റ് പോയതിന് ശേഷം പുള്ളിക്ക് കിട്ടിയ ക്ലാപ്പ്, ടീം അംഗങ്ങളിൽ നിന്ന് ക്ലാപ്പ് തന്നെ മതി ആ പുള്ളി എന്താണ് അവിടെ ചെയ്തതെന്നുള്ളത് വ്യക്തമാകാൻ. പിന്നെ ഹാർദിക്കിൻ്റെ കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹാർദിക്ക് ബാറ്റിംഗ് കുറച്ച് മറക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഹാർദിക്കിൻ്റെതായ കുറച്ച് പവർ ഹിറ്റിംഗ് ഉണ്ടായിരുന്നു കയ്യിൽ, ഇങ്ങനെ പവർ ജനറേറ്റ് ചെയ്യണം ഗ്രിപ്പിൽ. അത് പുള്ളി ഇപ്പോൾ ചെയ്യുന്നില്ല. പുള്ളി ഇപ്പോൾ വീശുന്നുണ്ട്, നല്ല പണ്ടത്തേക്കാൾ എഫർട്ട് ഇടുന്നുണ്ട്. പണ്ട് ഇത്ര എഫർട്ട് ഇടുന്നില്ല, ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സ്ട്രെയിൻ എടുക്കുന്നില്ല. എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വിക്കറ്റ് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ബട്ട് പുള്ളി ഇപ്പോഴും ആ സ്കോർ അവിടെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നുണ്ട്. കാര്യം പുള്ളി റെസ്പോൺസിബിളായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളിക്ക് വന്ന് ഫേസ് ചെയ്ത ഫസ്റ്റ് ബോളിൽ തന്നെ ഉണ്ട് പുള്ളിയുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത്. പുള്ളി സാധാരണ എടുക്കുന്ന പോലെ വെറുതെ വന്ന് വീശിയൊന്നുമില്ല. അപ്പോൾ ഇന്നും അതേപോലെ ഡിഫൻസിലൂടെയൊക്കെയാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ആ സ്കോർ, ഇന്ത്യയുടെ ആ ഓവർ എത്രത്തോളം പുള്ളി ഇനി യൂസ് ചെയ്യണം, എത്ര നേരം പുള്ളി ആ ക്രീസിൽ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ പുള്ളി വന്നപ്പോൾ തന്നെ തന്നു. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയുടെ കാര്യങ്ങൾ പോകുന്നത്. എങ്കിലും പുള്ളി അവസാനം വരെയൊക്കെ നിന്ന് ഏകദേശം 10-28 റൺസ് 10-12 ബോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പുള്ളി ഇത്ര സ്ട്രെയിൻ എടുക്കുന്ന ആകുമ്പോൾ നമുക്കൊരു ഇതാണ്. കാര്യം പുള്ളി അങ്ങനെ അടിക്കേണ്ട ഒരാളല്ല, ഇത്രയും കൺഫ്യൂഷനായിട്ടൊന്നും ബാറ്റ് വീശേണ്ട ആളല്ല. പുള്ളിക്കറിയാം എവിടെ വീശണം എന്നുള്ളത്, എവിടെ ഗ്രിപ്പ് ചെയ്യണം എന്നുള്ളത്, എവിടെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളത്. പുള്ളി അത് അടിക്കാറുണ്ട്. സുഖമായിട്ട് 6 തൂക്കിക്കൊണ്ടിരുന്ന പാണ്ഡ്യ വളരെ സ്ട്രെയിൻ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പുള്ളിയെ പറ്റി പറഞ്ഞത്. അവസാനം തിലക് വർമ്മയും ഹാർദിക്കും കൂടി അടിച്ച് അവർ 5 6 ആണ് 250 മേലെ ഇന്ത്യനെ സ്കോർ കൂടുക. അല്ലെങ്കിൽ ആ സ്കോർ എത്തിയില്ലെങ്കിൽ ഇച്ചിരി ടൈറ്റായി പോയേനെ. അതൊരു ഒരു മാർക്കിംഗ് സ്കോർ തന്നെയാണ് അത് 250 എന്ന് പറയുന്നത്. ശരിക്കും ഇന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ഫോടനം, ഇത്രയും കളിക്കാനുണ്ടായിട്ടുള്ള ഒരു ബാറ്റിംഗ് സ്ഫോടനം ഇന്നാണ് ഇന്ത്യ അഴിച്ചു വിട്ടത്. സഞ്ജു തുടങ്ങി വെച്ച് ബാക്കിയുള്ളവർ അത് യൂസ് ചെയ്തു. പിന്നെ പിച്ച് ഒരു ഫ്ലാറ്റ് പിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വന്നത്. ഇന്ന് ഏകദേശം 500 റൺസാണ് ആ പിച്ചിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് 7 റൺസിനാണ് ഇന്ത്യ തോറ്റത്. 253 അടിച്ചെങ്കിൽ പോലും 7 റൺസിനാണ് തോറ്റത്. അവരും അടിച്ച് കയറി. അപ്പോൾ ഇതാണ് ബാറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ബോളിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് അവരും അടിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. കാര്യം ഇംഗ്ലണ്ട് ടീമെന്ന് പറയുന്നത് 2020 കൗണ്ടി കളിച്ച് വളരുന്നവന്മാരാണ്. അപ്പോൾ ഇവിടെ തന്നെ IPL നല്ല രീതിയിൽ അവർക്ക് എക്സ്പോസും ചെയ്യപ്പെടുന്നുണ്ട്. IPL നല്ല രീതിയിൽ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അവരടിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. സാംകരൻ കഴിഞ്ഞ് പറഞ്ഞ പോലെ വാങ്കഡ സ്റ്റേഡിയം ശാന്തമാകും, അതായത് അവരടിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ശാന്തമായി. സാംകരൻ അടിച്ചിട്ടല്ല, ബാക്കിയുള്ളവരൊക്കെ അടിച്ചായിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട, ഇപ്പോൾ ഇത്രയും ടൈറ്റ് കളി വരുമ്പോൾ എന്തായാലും നമുക്കറിയാം കൈ മെയ് മറന്ന് അധ്വാനിക്കേണ്ടി വരും.
ബുംറയുടെ ബ്രേക്ക് ത്രൂ അതാണ്. അതെടുത്ത 2 ക്യാച്ച്, ഒന്ന് അസ്കർ പട്ടേൽ എടുത്ത 2 ക്യാച്ചുകളെന്ന് പറയുന്നത് അത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ വലിയ ഒരു ഇമ്പാക്റ്റ് ക്യാച്ച് തന്നെയാണ്. അക്സർ പട്ടേൽ കഴിഞ്ഞ 2020 വേൾഡ് കപ്പിൽ ഇതേപോലെ ഒരു ക്യാച്ച് എടുത്തുന്നുള്ളതാണ് എൻ്റെ സംശയം. വേൾഡ് കപ്പിലാണോ ഏഷ്യ കപ്പിലാണോ പുള്ളി ഇതേപോലെ എടുത്തിട്ടുണ്ട്. സൂപ്പർ ഫീൽഡറാണ്. ജീവൻ മറന്നാണ് ആ ക്യാച്ച് എടുത്തിരുന്നത്. ജീവൻ മറന്ന് പുള്ളിക്ക് വേണമെങ്കിൽ ഇഞ്ചോർഡ് ആകാൻ സാധ്യതയുള്ള ക്യാച്ചുകളൊക്കെയാണ് അത് പുള്ളി എടുത്തത്. റണ്ണിങ് ക്യാച്ചാണ്, ബാക്ക്വേഡ് ചെയ്തിരിക്കുന്ന ക്യാച്ചൊക്കെയാണ്. സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളി. അത് ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഇന്ത്യ ഏകദേശം 15 ഓവറിൽ അവർ ഏകദേശം 200 റൺസിനടുത്ത് 150 എത്തിയ സമയത്ത് 16ാമത്തെ ഓവറിൽ ബുംറനെ കൊണ്ടുവന്ന ഡിസിഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം 5 ഓവറിൽ അവർക്ക് 63-64 റൺസ് മതി. അവർ ആ ഫോമിലാണ് അവർ ഈസി ആയിട്ട് അടിച്ചെടുക്കും. അപ്പോൾ ബുംറനെ കൊണ്ടുവന്ന നമ്മൾ വിചാരിച്ചു ബുംറനെ കുറച്ചും കൂടി വൈകിച്ച് ലാസ്റ്റ് കൊണ്ടുവന്നത്. ലാസ്റ്റ് വരാൻ നേരത്തെ അവിടെ കളി ഉണ്ടായാലും ബാക്കി അത് കറക്റ്റ് ഡിസിഷനായിരുന്നു ബുംറനെ ആ സമയത്ത് കൊണ്ടുവന്നത്. ബുംറയുടെ കാലിബർ എന്താണെന്നുള്ളത്, ബുംറ ആരാണെന്നുള്ളത് നമുക്ക് ഇതേപോലെ 2020 വേൾഡ് കപ്പിലുണ്ടായിരുന്നു. അതേപോലെ പല അവസരങ്ങളും നമുക്ക് അറിയാം ബുംറ എന്താണ് ചെയ്യാറുള്ളത്. അത് ഇവിടെ റിപ്പീറ്റ് ചെയ്തു. 2 ഓവർ ബാക്കിയുണ്ടായിരുന്നു ബുംറയ്ക്ക്. ആ 2 ഓവറിൽ നിന്ന് കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം 10, 15, 16 റൺസ് അല്ലെങ്കിൽ 18 റൺസൊക്കെ മാക്സിമം പോയിട്ടുള്ളൂ. അത്രയും പോലും പോയിട്ടില്ല എങ്കിൽ ഞാൻ പറയുവാണ്. അപ്പോൾ അതവിടെ പിടിച്ചു. പിന്നെ അർഷദീപിനെയും കൂടി എറിയിച്ച ആ ഓവർ കംപ്ലീറ്റ് ചെയ്യിച്ചത്. അർഷദീപ് കുറേ ടൈറ്റ് ചെയ്തു. ഇതുവരെ ഇല്ലാത്ത ഒരു കൃത്യതയൊക്കെ പുള്ളി ബോളിങ്ങിൽ കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉഴപ്പൊന്നും കാണിച്ചില്ല. ആ കൃത്യത കൊണ്ടുവന്നു. പുള്ളി അത് പിടിച്ചു, വിക്കറ്റ് എടുത്തു. അത് നല്ല സൂപ്പർവായ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഹാർദിക് പാണ്ഡ്യ ഒരു ഗെയിം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ യഥാർത്ഥ പോരാളികൾ ഉയർത്തപ്പെടുമെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം ഇതിന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ചലഞ്ചസ് നിറഞ്ഞതായിരുന്നു. പുള്ളിയുടെ ലൈഫ് സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അത്രയും പട്ടിണിയും കാര്യങ്ങളും. അപ്പോൾ പുള്ളിക്ക് പേടിയോ കാര്യങ്ങളോ ലൈഫിൽ എപ്പോഴും ചലഞ്ച് ചെയ്ത് ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ സിറ്റുവേഷൻ വരുമ്പോൾ പുള്ളിക്ക് ടെൻഷനേക്കാളും കൂടുതൽ പുള്ളി അതിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനാണ് നോക്കാറുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കിന്ന് മനസ്സിലാവും. ഹാർദിക് പാണ്ഡ്യ ഞാൻ കഴിഞ്ഞ പറഞ്ഞു പുള്ളിക്ക് സ്ലോ ബൗൺസർ എറിയണ ഒരു പരിപാടിയുണ്ട്. അതിലാണ് എപ്പോഴും അടിമേടിക്കുന്നത്. ഇന്ന് ഈ ലാസ്റ്റ് നിമിഷത്തിൽ പുള്ളി ആ സ്ലോ ബൗൺസർ ഒന്നും തൊട്ടിട്ട് പോലുമില്ല. പുള്ളി മാക്സിമം സ്പീഡിലാണ് ഇന്ന് ബോൾ എറിഞ്ഞിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും സ്പീഡ് കയറ്റി ബോൾ എറിയണം ഞാൻ കണ്ടിരിക്കുന്നത്. കാര്യം സ്പീഡ് കയറ്റാണ്ട് നടക്കത്തില്ല. അതവിടെ പുള്ളി എറിഞ്ഞു, വിക്കറ്റ് കിട്ടി. സാം കരൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വിക്കറ്റ് കിട്ടി, ഒരു 6 മേടിച്ചു. ബട്ട് സ്റ്റിൽ പുള്ളി അത് മാനേജ് ചെയ്ത രീതികളൊക്കെ അടിപൊളിയായിരുന്നു. 17ാമത്തെ ഓവർ മറ്റാണ് 3 ഓവറിൽ ഏകദേശം 39 വേണ്ടി വന്നപ്പോൾ പുള്ളി ഒരു വിക്കറ്റും എടുത്തു, ഒരു 6 കൊടുത്തെങ്കിൽ ആ ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 30 കൊണ്ട് ഫിനിഷ് ചെയ്യാനൊക്കെ പുള്ളിക്ക് സാധിച്ചെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ അടുത്ത ഓവറിൽ പുള്ളി ഒരു ഫോമിൽ എന്ന് വെച്ചാൽ നമ്മുടെ ജേക്കബ് ബത്തേൽ സൂപ്പറായിരുന്നു. പക്ഷേ പുള്ളി എല്ലാവരും ആ കളി ജയിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയില്ല എന്ന് പറയാം, ഉണ്ടോ ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റില്ല. കാര്യം അത്രയും ടെൻഷൻ നിറഞ്ഞൊരു സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് കളി പോകാൻ സാധ്യതയുണ്ട്. ആ വിക്കറ്റിൽ പുള്ളി ഹാർദിക് പാണ്ഡ്യ എടുത്ത ആ ഒരു റണ്ണൗട്ട് അത് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഹാർദിക് പാണ്ഡ്യ കറക്റ്റ് കാൽക്കുലേഷനാണ്. ബോൾ എടുക്കുന്നതിന് മുന്നേ തന്നെ പുള്ളിക്ക് അറിയാം എവിടെ എറിയണമെന്നുള്ളത്. പുള്ളി അത്ര ആ ബൗണ്ടറി നിന്ന് അത് ബൗണ്ടറി പോകാണ്ട് പിടിച്ചതും വലിയ കാര്യം. അത് അതിനേക്കാൾ സ്പീഡിൽ വന്നതിനേക്കാൾ സ്പീഡിൽ പുള്ളി ഡയറക്റ്റ് സ്ട്രൈക്കിലേക്കാണ് പുള്ളി ആ ബോൾ ത്രോ ചെയ്തത്. സഞ്ജു അത് പിടിച്ച് പെട്ടെന്ന് റണ്ണൗട്ടാക്കുകയും ചെയ്തു. അത് ഈ കളിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നി. അത് ഭയങ്കര ക്ലാപ്പാണ് പുള്ളിക്കാരനത്ത് കിട്ടിയത്. അതാണ് ഒരു സാഹചര്യം വരുമ്പോൾ ഓരോ ആൾക്കാരും സൂര്യകുമാർ ക്യാപ്റ്റനാണോന്നും പിന്നെ ആരും നോക്കണമെന്നില്ല. എല്ലാവരും ക്യാപ്റ്റന്മാരായി നിന്ന് വിജയിപ്പിച്ച ഒരു കളിയായിട്ടാണ് ആ നിമിഷങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അവസാനത്തെ ഒരു 3-4 ഓവറൊക്കെ ഹാർദിക് പാണ്ഡ്യയൊക്കെ അങ്ങോട്ട് മരിച്ച് കളിക്കുവാണ്. ഇത് വേൾഡ് കപ്പ് ആണെന്നുള്ള രീതിയിലാണ്, ഇത് ഫൈനലാണെന്നുള്ള രീതിയിലാണ് കളിച്ചത്. അമ്മാര് കളി കളിച്ചിരിക്കുന്നത്. അപ്പോൾ അവസാന ഓവർ നമുക്ക് വേണമെങ്കിൽ അക്സർ പട്ടേലിനെ അറിയിക്കാം. വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എറിയിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കിയത് ശിവൻ ദൂബേനെ എറിയിക്കാനാണ്. കാര്യം ഫാസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. കാര്യം ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരാൾക്ക് ഒരു റിസ്ക് ഉള്ളതാണ്. ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ചും കൂടി ടൈം കുറച്ചേ കിട്ടുള്ളൂ ഹിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ ശിവൻ ദുബേനെയും കൊണ്ട് അവർ സാധാരണ എറിയിക്കുന്ന പോലെ അല്ലേ എറിയിച്ചിരിക്കുന്നത്. ശിവൻ ദുബയുടെ ആദ്യത്തെ 2 ബോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല സ്പീഡിൽ എറിഞ്ഞിരിക്കുന്നത്. കാര്യം അത്ര സ്പീഡ് അറിയാണ്ട് നടക്കേണ്ടത്. ഇതുവരെ എറിഞ്ഞില്ല ഏറ്റവും സ്പീഡിലാണ്. ബട്ട് ആ വിക്കറ്റൊക്കെ പോയി കളിയൊന്ന് സേഫ് ആയതിന് ശേഷം നമ്മുടെ കയ്യിലായി എന്നതിന് ശേഷമാണ് പുള്ളി കുറച്ചും കൂടി സ്പീഡൊക്കെ കുറച്ച് റിസ്ക് എടുക്കാണ്ടിരുന്ന കാര്യം. എന്നാൽ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ഇനി ഒരു കളിയും കൂടി ബാക്കിയുണ്ടല്ലോ. ആ സമയത്ത് പരിക്ക് പറ്റി പോയിട്ടൊന്നും കാര്യമില്ലല്ലോ, വെറുതെ എറിഞ്ഞ് കുളമാക്കണ്ട. അതുകൊണ്ട് കൂടിയാണ് മറ്റേ 3 6 അടിച്ചത്. അത് ഒന്നുകൂടി സ്പീഡ് എറിഞ്ഞാലൊന്നും 6 അടിക്കില്ലാന്ന് എനിക്ക് തോന്നി. ആർച്ചർ 6 അടിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ അങ്ങനെ പോകുന്നു ഇന്ത്യയുടെ ടീം വിജയം എന്ന് പറയുന്നത്. ഭയങ്കര കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു വിന്നായിരുന്നു. സഞ്ജു തുടങ്ങി വെച്ച ബാറ്റിംഗ് പഠിക്കട്ട് ഫിനിഷ് ചെയ്തത് ശിവൻ ദുബെയാണ് ബോളിങ്ങിലൂടെ. ഓക്കെ, കളി ഫിനിഷ് ചെയ്തത് ബോളിങ്ങിലൂടെ ശിവൻ ദുബെയാണ്. അപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നി. അഭിഷേക് ശർമ്മ മാത്രമേ ഉള്ളൂ. അഭിഷേക് ശർമ്മയ്ക്കൊക്കെ ഇപ്പോൾ സുഖമാണ്. കാര്യം ഇനിയിപ്പോൾ അഭിഷേക് ശർമ്മ ആരും നോക്കുന്നില്ല. സഞ്ജുവിലേക്ക് കോൺസെൻട്രേഷനും സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു.
ഷിഫ്റ്റ് ചെയ്തു. അഭിഷേക് ശർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബാറ്റിംഗ് ഒക്കെ ഇപ്പോൾ സഞ്ജുവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേണ്ടത് ആ സ്പേസ്, ഇപ്പോൾ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല, ഇനി അടിക്കുക, സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിക്കുക, സ്വന്തം സ്കില്ലങ്ങാട്ട് എടുത്ത് പുറത്തെടുക്കുക. അടുത്ത ഒരു കളിയും കൂടിയുള്ളൂ, അതിനെങ്കിലും മര്യാദയ്ക്ക് കളിച്ച് ടീമിനെ വിജയത്തിൽ. ഇപ്പോൾ അഭിഷേകം കൂടി ഈ സമയത്ത് ഫോമായി കഴിഞ്ഞാൽ എതിർ ടീം പിന്നെ ഒന്നും നോക്കണ്ട, ഓടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ഈ വീഡിയോ ഇച്ചിരി വലുതായിട്ടുണ്ട്, ബട്ട് ഇത്രയും പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും സൂപ്പർ 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 സൂപ്പർ. പിന്നെ ബാക്കി ഇന്ത്യയുടെ ടോട്ടലി പറയാനുള്ളത് ഇന്ത്യയുടെ ഫീൽഡിങ്, അതെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. റിങ്കു സിങ്ങിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. റിങ്കു സിംഗ് നല്ല ആത്മാർത്ഥമുള്ള പ്ലെയറാണ്. തിലക് വർമ്മയുടെ ഒരു ക്യാച്ച് നല്ല ക്യാച്ചായിരുന്നു, ബൗണ്ടറിയിൽ നിന്ന് ലാസ്റ്റ് എടുത്ത ക്യാച്ചൊക്കെ. അത് അങ്ങനെ കുറേ ഓൾ ഓവർ നോക്കുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഫുൾ എഫേർട്ട് ഇട്ടിട്ടുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായിട്ട് ശ്രമം ഉണ്ടായ ഒരു ഗെയിമും കൂടിയാണ്. ഇങ്ങനെയുള്ള കളികൾ കാണുമ്പോഴാണ് നമുക്ക് പൊളിക്കാൻ തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കട്ടെ. ഇനി ഒരു മത്സരം കൂടിയുള്ളൂ. അത് പ്രഡിക്ഷനൊന്നുമില്ല, കാര്യം പ്രഡിക്റ്റ് ചെയ്തൊക്കെ അവസാനമൊക്കെ ഇപ്പോൾ എല്ലാം കുളമായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സഞ്ജുവും കൂടി ഫോമിലേക്ക് വന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് തന്നെയാണ് ചാൻസ് കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൻ്റെ ആ പുള്ളി കയറി അടിച്ചത് അടിയൊക്കെ ഉണ്ടല്ലോ, 12 ഓവറിലൊക്കെ കളി തീർന്നിരിക്കുകയാണ് 170. അപ്പോൾ അടുത്ത ദിവസത്തെ കളി മിക്കവാറും 500 റൺസ് തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഇങ്ങനെ അടിക്കും, അവരും ചിലപ്പോൾ അടിക്കും. അടിക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ 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 ബൈ.